നമസ്കാരം. എൻ്റെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 9 മാസമായി. ഞാൻ ഈയിടെയായിട്ട് കേൾക്കുന്ന കുറച്ച് കമൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയട്ടെ. എങ്ങട്ടായി തടിച്ച് പോണേ, തീറ്റ കുറച്ചുകൂടെ മാറിയിരിക്കടി തടിച്ച്, നിന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ ശ്വാസം മുട്ടണം, ഇത്യാദി കമൻസുകളാണവ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പോസ്റ്റ്മോർട്ടം ജേണിയിലുള്ള ഞാൻ ഇത്രയും വലിയൊരു ബോഡി ഷെയ്മിങ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതല്ലാത്തവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിരന്തരം എത്രത്തോളം അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ പേരിൽ അവർ ഈ ബോഡി ഷെയ്മിങ് പലരിൽ നിന്നുമായിട്ടും അനുഭവിക്കുന്നുണ്ടാവും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വളരെ കാഷ്വലായിട്ട് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു പോകുന്നൊരു കാര്യമായിരിക്കും, പക്ഷെ അത് ആ കേൾക്കുന്ന ആൾക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാവുന്നുണ്ടാവും. അയാൾ അപ്പോൾ അത് ചിരിച്ച് തള്ളുന്നുണ്ടെങ്കിലും അയാളുടെ മനസ്സിലത് അയാൾ എടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഓർമ്മ പോലും ഉണ്ടാവില്ല പിന്നീട്, പക്ഷെ അത് ആ കേട്ട ആൾ ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ അത് ഓർത്തിരിക്കും. അയാളെ ചിലപ്പോൾ അത് മാനസികമായിട്ട് ഡിപ്രഷനിലേക്ക് തള്ളിവിടാം, അയാളുടെ കോൺഫിഡൻസ് തന്നെ അത് തല്ലിക്കെടുത്താം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ പറ്റി കമൻറ്റ് ചെയ്യാതിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം ഉണ്ടാകുന്നത്? ഈ ബോഡി ഷെയ്മിങ് എന്നത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫാക്റ്റ്. ഒരാളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അയാൾക്കല്ലേ. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ എന്തിനാണ്, നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ടല്ലോ അത് അറിയാൻ വേണ്ടിയിട്ട്, പിന്നെ എന്തിനാണ് അത് കമൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്? ഒരാൾ തടിച്ചിട്ടോ മെലിഞ്ഞിട്ടോ കറുത്തിട്ടോ വെളുത്തിട്ടോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. നമ്മളെല്ലാ മനുഷ്യന്മാരും ഒരുപോലെയല്ല. എല്ലാവർക്കും മാറ്റങ്ങൾ സംഭവിക്കാം. ഇന്നലെ കാണുന്നത് നമ്മളായിരിക്കില്ല ഇന്ന് കാണുന്നത് നമ്മളായിരിക്കില്ല നാളെ, അല്ലേ? യു ആർ നെവർ ഗോയിങ് ടു ബി കൺസിസ്റ്റൻ്റ്ലി പെർഫെക്റ്റ്. പിന്നെ എന്തിനാണ് നമ്മൾ ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ട് കമൻറ്റ് ചെയ്യാൻ പോകുന്നത്? വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമില്ലേ അത്. ഈ ഫുഡ് കഴിച്ചാൽ മാത്രമാണ് വണ്ണം വയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ ബുദ്ധിശാലികൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട്. അത് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടാണെന്നോ, PCOSോ PCODയോ അല്ലെങ്കിൽ തൈറോയിഡോ, ഇതൊന്നും ആർക്കും അറിയേണ്ട ആവശ്യമില്ല. തടിച്ചിട്ടാണ്, അപ്പോൾ ഫുഡ് കഴിച്ചിട്ടാണ്. തീറ്റ കുറയ്ക്കുക, വേറെ ഓപ്ഷനൊന്നുമില്ല. നമ്മളൊരാളെ അളക്കേണ്ടത് അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് കണ്ടിട്ടല്ല. ഒരാളുടെ ക്വാളിറ്റിയും വാല്യൂയും നിശ്ചയിക്കുന്നത് അയാളുടെ വണ്ണോ അല്ലെങ്കിൽ കളറോ ഹൈറ്റോ ഒന്നുമല്ല. പൊതുവേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ഫാമിലി ഫംഗ്ഷനോ അല്ലെങ്കിൽ 4 ആൾ കൂടുന്നിടത്ത് പോകുമ്പോൾ എന്താ വിശേഷം, സുഖമാണെന്ന് ചോദിക്കുന്നതിന് പകരം എങ്ങോട്ടായി തടിച്ച് പോണേ, അല്ലെങ്കിൽ ഭയങ്കര തടി വെച്ചുല്ലോ, ഇതൊക്കെയാണല്ലോ നമുക്ക് ഭയങ്കര കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്. പ്ലീസ് സ്റ്റോപ്പ് ഡൂയിങ് ദിസ്. ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് പുതിയ അമ്മമാരോടാണ്. നമുക്ക് പലതരത്തിലുള്ള കമൻസ് നമുക്ക് ചുറ്റുപാടൊന്നും കേൾക്കും. കാരണം ഇന്നലത്തെ ബോഡി ആയിരിക്കില്ല നമ്മുടെ ഇന്ന്. നമ്മളൊരു പുതിയ ജീവനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ബോഡിയാണിത്. അപ്പോൾ അതിനൊരിക്കലും നമ്മൾ ഷെയിംഫുള്ളായിട്ട് കാണേണ്ട ആവശ്യമില്ല. അഭിമാനത്തോടു കൂടി തന്നെ കാണാം. അത്രയേ ഉള്ളൂ. താങ്ക് യു.